പറയുന്നതാ മനസ്സിലാകുന്ന വെച്ചാൽ എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് വരേണ്ടത്? എന്താ വരാത്തതെന്നറിയാവോ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇന്നെപ്പോലത്തെ ആളുകളല്ലേ കാണുന്നത്. അസീസ് മാഷ മാതിരിയുള്ള ആളുകളെ കണ്ടാൽ അങ്ങോട്ട് വരാൻ തോന്നുമോ? ഇല്ലല്ലോ. എന്താ വിശേഷം? അതേസമയത്ത് കേട്ടാലോ, കേട്ടാ വളരെ നല്ല സംഗതിയാണ്. ഇതന്നെ പറയണതല്ല ആളുകൾ കേൾക്കുക, ചെയ്യുന്നതാണ് കാണുക, അനുകരിക്കുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഫാൾസ് ഇമേജ് ഉണ്ടാക്കി കൊടുത്താൽ ആളുകൾ മുഴുവൻ എന്താ നോക്കുക? നിങ്ങൾ പൂച്ചയാണെന്നല്ല വിചാരിക്കുക, എന്താണെന്ന് വിചാരിക്കും? സിംഹ. ഞാൻ പൂച്ചയാണ് മക്കളെ എന്ന് പറയുമ്പോഴൊക്കെ ആളുകൾ എന്ത് വിചാരിക്കും? സിംഹാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിസ കൊടുക്കാത്തത് കൊണ്ട് സങ്കടം വരും. അവസാനം കഷ്ടപ്പെട്ട് വിസ കൊടുത്ത് ഇവിടെ വരും. വന്നപ്പോ മനസ്സിലായി മൂപ്പര് പറഞ്ഞതൊക്കെ 101% ശരിയായിരുന്നു. പക്ഷെ കുടുങ്ങിയില്ലേ? കുടുങ്ങി. ഇവിടെ പെട്ടു. പല ആളുകളും അങ്ങനല്ലേ ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, പെട്ടുപോയി. എന്താണ് സംഗതി? തെറ്റായ ധാരണയല്ല, റിയൽ ഇമേജ്. ശരിയായ ധാരണ എന്ന് പറയുന്ന ഒരു ശരിയായ ധാരണകൾ ദയവായി ഉണ്ടാക്കി കൊടുക്കണം. ആർക്കൊക്കെ? കുടുംബത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അയഥാർത്ഥ ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതമാണ് മിക്കവാറും ഉണ്ടാകുന്നത്. ആനേനെ കണ്ട കുരുടന്മാർ ആനേനെ കണ്ട കഥയില്ലേ? അതുപോലെ ആളുകൾ ഗൾഫുകാരനെ കാണുന്നത്. ചില ആളുകൾ തൂണാന്ന് വിചാരിക്കുന്നുണ്ട്, ചില ആളുകൾ ചൂലാന്ന് വിചാരിക്കുന്നുണ്ട്, ചില ആളുകൾ മൊറാണെന്ന് വിചാരിക്കുന്നുണ്ട് ആനേനെ കണ്ടിട്ട്. യഥാർത്ഥ ആനേനെ ആരും കാണുന്നില്ല സമഗ്രമായിട്ട്. മനസ്സിലായില്ലേ? കണ്ണുപൊട്ടന്മാർ ആനയെ തപ്പി കണ്ടുപിടിച്ചതാ. എന്നിട്ട് ചില ആളുകൾ പറഞ്ഞു ആന എങ്ങനെയാന്ന് വെച്ചാൽ ആന തൂണ് പോലെയാണ്, മൂപ്പർക്ക് കാലാ തപ്പിയത്. ചില ആളുകൾ പറഞ്ഞു ആന കുറ്റിച്ചൂല് പോലെയാണ്, മൂപ്പർക്ക് വാലാ പിടികിട്ടിയത്. ചില ആളുകൾ പറഞ്ഞു ആന മൊറം പോലെയാണെന്ന്, മൂപ്പർക്ക് ചെവിയാണ് പിടികിട്ടിയത്. ഇങ്ങനെ പലത് പിടികിട്ടിയ ആളുകളാണ്. യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രം നിങ്ങൾ മറ്റാർക്കും കൊടുത്തിട്ടില്ലെങ്കിലും ആർക്ക് കൊടുക്കണം എന്നറിയാവോ? ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം. സത്യമായിട്ട് എനിക്ക് ഇത്ര ഇന്ന കാര്യങ്ങളാണുള്ളത്. അതനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നടത്തുകയും പോവുകയും ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവളെ, നമ്മളുടെ കാര്യം മുന്നോട്ട് പോവുകയില്ല എന്ന് മക്കൾക്കും ബോധ്യപ്പെടണം. എനിക്ക് മോട്ടോർ സൈക്കിൾ വാങ്ങിത്തരണം, എനിക്ക് അങ്ങനെയാക്കണം, എനിക്ക് ഇങ്ങനെയാക്കണം. കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ഒരു ബോർഡുണ്ട്, ഹമീദ് ക പോലും വാങ്ങി കാറ്, നമ്മൾ ഇനി എപ്പോഴാ? ഭാര്യന്റെ ചോദ്യമാണ്, അതങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഹമീദ് ക പോലും വാങ്ങി കാറ്, നമ്മളെപ്പാ വാങ്ങുക? ഇത്ര ദേഷ്യം വന്ന ഒരു പരസ്യമില്ല ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടത്. നമുക്ക് കാറ് വേണോ വേണ്ടിയോന്നല്ല, നമുക്ക് കാറിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നല്ല. എന്താ കാറിന്റെ ആവശ്യം എന്നറിയോ? കാറ് വാങ്ങാനുള്ള പ്രേരണ എന്താ? ഹമീദ് ക വാങ്ങി, ഹമീദ് ക വാങ്ങിക്കോട്ടെ, അതിനെന്താ? ഹമീദ് ക അല്ലല്ലോ ഞാൻ. ഹമീദ് ഖാന്റെ പൈസ ഉണ്ടാവും, ഹമീദ് ക ആവശ്യമുണ്ടാവും, ഹമീദ് ക വാങ്ങിയിട്ടുണ്ടാവും. എനിക്കും നിനക്കും കാറ് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹമീദ് കയോ മറ്റൊരാളുടെ ജീവിതമോ അല്ല. ഇപ്പോഴങ്ങനെയല്ലേ? അപ്പുറത്തെ വീട്ടിൽ മാർബിളായിട്ട് നമ്മളിവിടണ്ടേ? അപ്പുറത്തെ വീട്ടിൽ 4 ബാത്റൂമാണ്, 5 ബാത്റൂമല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. പുതിയ വീട്ടിന്റെ ഒക്കെ ഒരു സ്ഥിതിയാ, ബാത്റൂം കൊണ്ടൊരു കളിയാണ്. 4 ബെഡ്റൂമും 6 ബാത്റൂമും ഉണ്ടാകും. ഇതാ അപ്പോഴത്തെ കോമ്പിനേഷൻ. മനുഷ്യന്മാർ ഇതിന് ഇങ്ങനെ മെനക്കെടുന്നെന്ന് തോന്നുന്നു കണ്ടാൽ. വീട്ടിൽ കലാപരിപാടി ഇതന്നെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അങ്ങനത്തെ ഒന്നും വരെ അല്ലേ 2 എണ്ണം. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ആർഭാടം കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇല്ല. എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പൊ അതിൻ്റെ അകത്ത് ഉള്ളതെന്ന് അറിയോ? അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങാൻ തോന്നില്ല. ഞാൻ